السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده. الحمد لله. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ ഹാഖ 18-ാമത്തെ ആയത്ത് വരെ നാം പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയുള്ള ഈ പഠനം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. മുന്നോട്ട് നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി പാഠം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. ഇവിടെ മീമിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. മൻ ഇദ്ഹാറിൻ്റെ നിയമമാണ്. ഇവിടെ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം, മണിക്കാൻ പാടില്ല. ഊത്തിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഖാഫ് هاؤم اقرءوا നാലോ അഞ്ചോ അലിഫ് ഇവിടെ നീട്ടണം. മദ് മുത്തസിൽ. هاؤم اقرءوا മീമിൽ നിന്നും നേരെ ഖാഫിലോട്ട് പോകണം. ഈ കാണുന്ന അലിഫ് ഉച്ചരിക്കരുത്. هاؤم اقرءوا ഖാഫ് ഖൽഖല ഖ
എന്ന ഉച്ചാരണം, എന്ന ശബ്ദം വരണം. ഇത് ഹംസയാണ്, ഐനല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കിതാബിയ فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه ഇന്നി, നൂനിനെ കട്ടിയാക്കണം, മണിക്കണം. ഇന്നി ظننت രണ്ടാമത്തെ നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം. ഇഖ്ഫാഇന്റെ നിയമം. ഇവിടെയും നൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. മൂലാഖിൻ, ഖാഫ്, മൂലാഖിൻ. ഹിസാബിയ, ഹ തൊണ്ടയുടെ നടുക്ക് നിന്നു. മൂലാഖിൻ ഹിസാബിയ ഇന്നി ظننت أني ملاق حسابيه فهو في عيشة راضية. ഐൻ തൊണ്ടയുടെ നടുക്ക് നിന്നും. ഇവിടെ മണിക്കാൻ പാടില്ല, മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. റായ മണിക്കരുത്, കട്ടിയാക്കുക. നാവിൻ്റെ അരിക് റോ അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് فهو في عيشة راضية فهو في عيشة راضية في جنة. ഇവിടെ നൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം. ജന്നത്തിൻ. ഇദ്ഹാറിന്റെ നിയമം, ഈ തൻവീൻ വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം, മണിക്കാൻ പാടില്ല. ഫീ ജന്നത്തിൻ ആലിയ, ആലിയ തൊണ്ടയുടെ നടുക്ക് നിന്നും. ഐൻ ആലിയ في جنة عالية قطوفها قاف قاف طاء قطوفها قطوفها താ ഉച്ചരിക്കരുത്, തായാണ്. قطوفها دانية قطوفها دانية كلوا واشربوا വാവിൽ നിന്നും നേരെ ഷീറിലോട്ട്, അലിഫ് ഉച്ചരിക്കരുത്. കുലു വഷ്റബു هنيئا بما هني
അവിടെയും മദ് മുത്തസിലാണ്. ഹനീ മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായി യാക്ക് ശേഷം ഹംസ അതേ വാക്കിലാണ് വന്നിരിക്കുന്നത്. ഹനീ ഇവിടെ 4 5 അലിഫ് നീട്ടണം. ഹനീ ഇപ്രകാരം വേണം, മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. ഹനീ ഹനീ ബിമ. അതുപോലെ തന്നെ ഇവിടെ ഇഖ്ലാബിൻ്റെ നിയമമാണ്. ഇഖ്ലാബിൻ്റെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹനീ 4 5 അലിഫ് നീട്ടണം. മദ് മുത്തസിൽ. മദ്ദിൻ്റെ അക്ഷരമായ യാക്ക് ശേഷം ഹംസ വന്നിരിക്കുന്നത് അതേ വാക്കിലാണ്. മദ് മുത്തസിൽ എന്നാണത് പറയുന്നത്. 4 5 അലിഫ് നീട്ടുക. അതുപോലെ ഹനീ അൻ, ഈ തൻവീനിനെ ഹനീ അൻ തൻവീനിനെ ഉച്ചരിക്കില്ല. പകരം 3-ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇഖ്ലാബിൻ്റെ നിയമമാണ്. ആ തൻവീൻ മീമായിട്ട് മറിക്കപ്പെടും. കാരണം തൻവീനിന് ശേഷം ബായാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് മുന്നേ, ചിലപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, 3 അക്ഷരങ്ങൾ, അത് 3 കാര്യങ്ങൾ, അതായത് 3 അല്ല 2, തൻവീനിനോ സാക്കിനായ നൂനിനോ ശേഷം. തൻവീനിനോ, ഇതാണ് തൻവീൻ, ഇരട്ട ഫതഹ, ഇരട്ട കസ്ർ, ഇരട്ട ബൊമ്മ. തൻവീനിനോ സുക്കൂനുള്ള നൂനിനോ ശേഷം ബാ വന്നാൽ ആ സുക്കൂനുള്ള നൂൻ അതില്ലെങ്കിൽ ആ തൻവീൻ മീമായിട്ട് മണിക്കപ്പെടും. ഇഖ്ലാബ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബായാണ് വന്നിട്ടുള്ളത് തൻവീനിന് ശേഷം. ഇവിടെ ചെറിയൊരു മീമ് കൊടുത്തിട്ടുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയാണ്. ഇഖ്ലാബിൻ്റെ നിയമമാണ് അവിടെ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അപ്രകാരം വേണം, മീമായിട്ട് വേണം ഉച്ചരിക്കാൻ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അവിടെ ചെറിയൊരു മീം കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ മറ്റ് ഖുർആനുകളിൽ അങ്ങനെ കൊടുത്തെന്ന് വരില്ല. ചില ഖുർആനുകളിൽ ഇപ്രകാരം കൊടുത്തിട്ടുണ്ടായിരിക്കും, മറ്റു ചിലതിൽ ഇല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ മീമിനെ അല്ലേ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ആ മീം ഞാൻ വായിക്കുന്ന ഖുർആനിൽ ആ മീമില്ല, അതില്ലെങ്കിൽ വേറെ ഖുർആനിലുണ്ട് എന്നതല്ല നമ്മൾ അവിടെ പരിഗണിക്കേണ്ടത്. അവിടെ നമ്മൾ പരിഗണിക്കേണ്ടത് അവിടുത്തെ നിയമമാണ്. ഹനീഅം ബിമാ. ഇവിടെയും 4 5 അലിഫാണ് നീട്ടേണ്ടത്. മദ് മുൻഫസിലാണ്. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ. ഫിൽ ഫായിൽ നിന്നും നേരെ ലാമിലോട്ട് ഈ അലിഫ് ഉച്ചരിക്കരുത്. ഫിൽ അയ്യാമിൽ, മീമിൽ നിന്നും നേരെ ലാമിലോട്ട് ഈ അലിഫ് ഉച്ചരിക്കരുത്. ഫിൽ അയ്യാമിൽ ഖാലിയ. ഖാ ഫിൽ അയ്യാമിൽ ഖാലിയ. കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഇത്രയും ആയത്തുകൾ ശ്രദ്ധിക്കുക. 19 മുതൽ 24-ാമത്തെ ആയത്ത് വരെയാണ് നമ്മുടെ പാഠം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أوتي كتابه بيمينه فيقول اقرءوا كتابيه إني
إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. ഇത്രയും ആയത്തുകളുടെ അർത്ഥം വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ ഉള്ളവർ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം സ്വർഗവുമായി ബന്ധപ്പെട്ട അവിടുത്തെ അവകാശികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം, അതിൻ്റെ വിശദീകരണം വായിക്കണം. നമ്മൾ ദിവസവും പഠിക്കുന്ന പാഠങ്ങൾ, ഇത് തജ്വീദിൻ്റെ ഖുർആൻ പാരായണം ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. എന്തുകൊണ്ടാണ് മറ്റ് വിഷയങ്ങളിലോട്ട് കടക്കാത്തത്? അപ്പോൾ നിങ്ങൾ സ്വന്തമായി ആ ദിവസവും തരുന്ന ആയത്തുകളുടെ അർത്ഥം നിങ്ങൾ വായിക്കുകയും അത് മനസ്സിലാക്കുകയും എന്താണ് അള്ളാഹു പറയുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക, ഗ്രഹിക്കുക. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണിത്. അതുകൊണ്ട് ഖുർആനുമായി അധികമായി നമ്മൾ ബന്ധപ്പെടുകയും രാവും പകലും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിയുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.